ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക്, പരിശുദ്ധ കഅബയിലേക്ക് ഓരോ വർഷവും ആളുകൾ ഹജ്ജിന് വേണ്ടി പോകുന്ന സന്ദർഭങ്ങൾ ശ്രദ്ധേയമാണ്. ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ ഈ 3 മാസങ്ങളിലായിട്ടാണ് ഹജ്ജിന് പുറപ്പെടാറുള്ളത്. ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് പുറപ്പെടുകയും ഹജ്ജ്, ഉംറ, സിയാറത്ത് എന്നീ 3 കർമ്മങ്ങൾ മക്കയിലും മദീനയിലുമായി നിർവഹിക്കുകയും ചെയ്യുക എന്ന പാവനമായ ലക്ഷ്യത്തോടു കൂടി ഹജ്ജിന് വേണ്ടി ആളുകൾ പുറപ്പെടുമ്പോൾ അവരെ യാത്രയാക്കുന്ന, അവരുമായി ബന്ധപ്പെട്ട കൂട്ടുകാർ, കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, ഗുരുനാഥന്മാർ, ശിഷ്യന്മാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഹജ്ജിന് പോകുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ വേണ്ടി, ദുആന് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ദുആ ചെയ്യാൻ വേണ്ടി പുറപ്പെടുകയാണ് എന്ന ഓർമ്മ നമുക്ക് ഉണ്ടാവണം. അവരോട് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തണം. ദുആ കൊണ്ട് ഏൽപ്പിക്കുകയും വേണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യുടെ അടുക്കൽ ഉംറയ്ക്ക് പോകുന്ന ആളുകൾ സമ്മതം ചോദിച്ച് വരാറുണ്ടായിരുന്നു. ഹജ്ജിന് ഉംറയ്ക്ക് പോകുന്ന ആളുകൾ ഉസ്താദുമാരുടെ സമീപത്ത് വരും, ബന്ധപ്പെട്ടവരുടെ അടുക്കൽ പോകും, സമ്മതം ചോദിക്കും. അത് മര്യാദയാണ്. അങ്ങനെ ചോദിക്കുന്നതും ബന്ധപ്പെടുന്നതും വലിയ പുണ്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഉംറയ്ക്ക് പുറപ്പെടുന്ന സമയത്ത് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ ചെന്നു, അനുവാദം ചോദിച്ചു. ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് എന്തായിരുന്നു? നമ്മളത് ഓർക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഉമറേ, നീ ഉംറയ്ക്ക് പോയാൽ, മക്കയിൽ ചെന്നാൽ അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ കൂടി ഉൾപ്പെടുത്തണം എന്ന് അവിടുന്ന് പറയുകയാണ്. ലോകത്തിൻ്റെ നേതാവായ, ഒരു പാപമോ തെറ്റോ ന്യൂനതയോ ഇല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ശിഷ്യനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ദുആ കൊണ്ട് ഏൽപ്പിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊണ്ട് ഹജ്ജിന് പോകുന്ന, ഉംറയ്ക്ക് പോകുന്ന, സിയാറത്തിന് പോകുന്ന ആളുകളോട് ദുആ കൊണ്ട് ഏൽപ്പിക്കണം. മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത്, ഹജ്ജിന് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ഈമാൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി കേൾക്കുമ്പോൾ, സ്വഹാബത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ പല ആളുകൾക്കും ആ പരിശുദ്ധമായ മണ്ണിൻ്റെ പവിത്രത ഓർമ്മയിൽ വരാറില്ല. യഥാർത്ഥത്തിൽ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ് ഹജ്ജ് ഉംറയൊക്കെ ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഒരു തവണ ഹജ്ജും ഉംറയും നിർവഹിച്ചവർ വീണ്ടും അങ്ങോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. ഈമാൻ്റെ വർധനവിന് വേണ്ടിയാണ്. അതുകൊണ്ട് പോകുന്ന ആളുകൾക്ക് അത് കബൂലായി കിട്ടാനും അടുത്ത ഭാവിയിൽ നമുക്ക് പോകാനും സാധിക്കണം. ആ ഒരു ചിന്തയോടുകൂടി വേണം ഹാജിമാരോട് സംസാരിക്കാൻ. അവരുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഇടപെടൽ കൊണ്ട് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഏൽപ്പിക്കുകയും ഈമാൻ വർദ്ധിച്ച് തിരിച്ച് വരുന്നവരുടെ കൂട്ടത്തിൽ അവരും നമ്മളൊക്കെ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ ഹജ്ജ് ഉംറയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സിയാറത്തുമൊക്കെ നിർവഹിച്ച് സന്തോഷത്തോടെ നാട്ടിൽ തിരിച്ചു വരാനും ദീനുൽ ഇസ്ലാമിന് ഖിദ്മത്ത് ചെയ്യാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.